ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം. ഇപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, ഇപ്പോൾ കാരണം എൻ്റെ ബ്രദറിൻ്റെ മോളുടെ മാരേജ് ആയിരുന്നു. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ഒരു ചിക്കൻ പെരട്ട് അല്ലെങ്കിൽ പെരളെന്നൊക്കെ പറയാം. ചിക്കൻ ഇങ്ങനെ നല്ല ഗ്രേവിയോടെ പെരണ്ടിരിക്കുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് നിങ്ങളോട് ഒരു കാര്യം എനിക്ക് ഓർമ്മിക്കാനുള്ളത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ. അപ്പോൾ നമുക്ക് ചിക്കൻ പെരള ഉണ്ടാക്കാൻ തുടങ്ങാം. ചിക്കൻ പെരട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. അത് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ നീര് പിഴിഞ്ഞിട്ട് കൊടുക്കണം. ചെറുനാരങ്ങക്ക് പകരമായിട്ട് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറുനാരങ്ങയും വിനാഗിരിയെല്ലാം ചേർക്കുമ്പോഴത്തേക്കും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാൻ കുരുമുളക് മിക്സിയിലിട്ട് പൊടിച്ചത് എടുത്തതാണിത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മസാലയെല്ലാം ചിക്കനിൽ പിടിക്കുന്നവരൊന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്ത ചിക്കൻ മൂടി ഒരു 30 മിനിറ്റ് മാറ്റി വെക്കാം. കറിക്കൊരു അരപ്പുണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 15 അല്ലി വെളുത്തുള്ളിയാണ്. ചെറിയ അല്ലി ആയതുകൊണ്ട് 15 അല്ലി എടുത്തിരിക്കുന്നത്. വലിയ അല്ലിയൊക്കെ ആണെങ്കിൽ 10 അല്ലി എടുത്താൽ മതി. കൂടെ ഒരു മീഡിയം സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു മീഡിയം സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ്. ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് വേണ്ട ഒരു തക്കാളിയാണ്. ഒരു വലിയ തക്കാളി ഞാനിവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ജാറിലേക്ക് അരക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഇനി മിക്സി മൂടി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അരപ്പുളി കാണുന്ന പോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കണം. സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് സവാള ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ സവാള വറുത്തെടുത്ത എണ്ണയിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില മൂത്ത് കരിഞ്ഞൊന്നും പോകരുത്. ഒന്ന് ക്രിസ്പി ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിത് കോരി വറുത്ത് വെച്ചിരിക്കുന്ന സവാളയുടെ കൂടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അരപ്പിൻ്റെ വെള്ളമെല്ലാം വറ്റി അരപ്പിൻ്റെ കളറൊന്ന് മാറി തുടങ്ങണം. എന്നാൽ മാത്രമേ അതിൻ്റെ പച്ചമണം മാറി കിട്ടുകയുള്ളൂ. നമ്മൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം പച്ചക്ക് അരച്ചെടുത്തിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് എണ്ണയിലിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അല്ലെങ്കിൽ കറിക്കൊരു പച്ച ചുവ ഉണ്ടാവും. ഇപ്പോൾ അരപ്പ് ചേർത്ത് വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അരപ്പ് നല്ല തിക്കായി ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. തക്കാളി ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് പാനൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം. ഇടയ്ക്ക് പാൻ്റെ മൂടി മാറ്റിയതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. മസാല എല്ലാം ചിക്കനിൽ പിടിക്കുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം.
5 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പാൻ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണം. ചിക്കൻ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ കുക്കായുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ധാരാളം ഇറങ്ങി വരും. ഇപ്പം നല്ല വേവുള്ള ചിക്കനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വെള്ളമൊക്കെ വറ്റിപ്പോവും. ആ സമയത്ത് വേണമെങ്കിൽ ഒരു അരക്കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ അതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പാൻ മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് പാനിൻ്റെ മൂടി മാറ്റിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചിക്കനിൽ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ ധാരാളം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. അതിൽ നിന്ന് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് മാറ്റി വെക്കണം. ബാക്കി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാൻ മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യണം. ഇപ്പോൾ ചിക്കൻ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 20 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കറിയിലെ വെള്ളമെല്ലാം വറ്റി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ പാകമായിട്ടുണ്ടോ എന്ന് നോക്കാം. ചിക്കൻ നന്നായിട്ട് കുക്കായെല്ലാം വന്നിട്ടുണ്ട്. ഈ മസാലയെല്ലാം ചിക്കനിൽ പിടിച്ചു വരാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം തുറന്ന് വെച്ച് കുക്ക് ചെയ്യണം. ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പെല്ലാം പാകത്തിന് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചിക്കനിൽ ഗ്രേവി എല്ലാം വറ്റി ചിക്കൻ കഷ്ണങ്ങൾ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. വീണ്ടും കുറച്ച് സമയം കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. ചിക്കൻ കഷ്ണങ്ങൾ ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്നവരെ കുക്ക് ചെയ്യണം. ഇപ്പോൾ ചിക്കൻ കഷ്ണങ്ങളിൽ മസാല എല്ലാം പിടിച്ചിട്ട് ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന സവാള വറുത്തതും കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ തൂവി കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയിലൊക്കെ വിതറി കൊടുക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.